വെറും 3,70,000 ഒരു ആൾട്ടോസ് ഉണ്ടാക്കുന്ന വിലക്ക് ഒരു SUV യാത്ര ചെയ്യും. ഇത് 2019 മോഡലാണ്. 2019 ഓണർഷിപ്പോ സിംഗിൾ ഓണർഷിപ്പ്, VXI വേരിയന്റ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല പക്ക വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 45,000 കിലോമീറ്റർ. 2,50,000. ഇത് ആൾട്ടോ ഒന്നല്ലല്ലോ, ജെറ്റനല്ലേ? ജെറ്റാ അതൊക്കെ അമ്മ കൊടുക്കും, വിലവർക്ക് കൊടുക്കും. അതിന് എന്തെങ്കിലും കുറച്ച് കൊടുക്കും? പിന്നെയും കുറച്ച് കൊടുക്കും. പിന്നെയും കുറച്ച്. 18 മോഡൽ. 18 മോഡൽ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർ. 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 38,000. മൈലേജ് എന്തായാലും ഉറപ്പ്. തീർച്ചയായിട്ടും. ലോങ് ഡ്രൈവില് ഡീസൽ. ഏതാണ് ഓപ്ഷൻ? സെക്കൻഡ് ഓപ്ഷൻ. ഒരു പുതിയ ആപ്പിളിനെ പരിചയപ്പെടാം. അവിടെ ഒളിച്ചു നിൽക്കണ്ടില്ല ആള്. ഇത് പ്രത്യേകം എന്താന്ന് വെച്ചാൽ ഇത് സിംഗിൾ ഓണർ ആണല്ലേ? ഇത്ര കാലമായിട്ട് ഓണർഷിപ്പ് മാറി. ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് സെഡാൻ വാഹനങ്ങളും അതുപോലെ തന്നെ 7 സീറ്ററുകളൊക്കെ ആണ് കേട്ടോ. ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ KL47 അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇബ്രുക്ക മലയാള മീഡിയയിലേക്ക് സ്വാഗതം. താങ്ക് യു. നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ ബൈപ്പാസിലാണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ആ മെയിൻ റോഡിൽ നിന്ന് നോക്കിയാൽ കാണൂല്ലേ? തീർച്ചയായിട്ടും. ഷോറൂമിന്റെ പേര് KL47 യൂസ്ഡ് കാർസ്. ഓക്കെ, ഇവിടെ എത്ര വണ്ടികൾ ഏകദേശം ഇപ്പൊ കറന്റ് അവൈലബിൾ ആണ്? നമുക്കൊരു 50-55 വണ്ടിയോളം കറന്റ് അവൈലബിൾ ആണ്. ഏകദേശം 1 ലക്ഷം മുതൽ 40 ലക്ഷം വരെയുള്ള വണ്ടികളൂടെ ഉണ്ട്. സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, വണ്ടികളൊക്കെ എങ്ങനെയാണ്? ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുമോ? വണ്ടികളൊക്കെ നമുക്ക് ആക്സിഡന്റ് ഇല്ല, ഫ്രണ്ട് എഫക്ട് ഇല്ല, അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടികളാണ്. 7 സീറ്റ് വാഹനങ്ങളുണ്ട്, സെഡാൻ മോഡലുണ്ട്, പിന്നെ ഹാച്ച് ബാക്ക് വാഹനങ്ങളുണ്ട്. എല്ലാം അവൈലബിൾ ആണ്. എല്ലാ സെഗ്മെന്റിൽ പെടുന്ന വാഹനങ്ങളും. പുതിയ സ്റ്റോക്കുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഇവിടെ ഇല്ലാത്ത വാഹനങ്ങൾ നമ്മുടെ പ്രഷർ ആവശ്യപ്പെട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കും. തീർച്ചയായിട്ടും കൊടുക്കും. ഓക്കെ, അപ്പൊ പെരുന്നാളാണ് വരാൻ പോകുന്നത്, മഴക്കാലാണ്. മാക്സിമം ഓഫർ നമ്മളെ പ്രഷർക്ക് കൊടുക്കണം. മലയാള മീഡിയത്തെ പ്രഷർക്ക് തീർച്ചയായിട്ടും കൊടുക്കും. KL47 സ്പെഷ്യൽ ഓഫർ ഉണ്ടാവും. മലയാള മീഡിയ കസ്റ്റമർക്ക് സ്പെഷ്യൽ ഓഫർ ആണ്. സ്പെഷ്യൽ ഓഫർ ഉണ്ടാവും. അപ്പൊ ആരും ഈ വീഡിയോ മിസ് ചെയ്യരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ആദ്യമായിട്ട് മൈലേജ് നോക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റിയൊരു വണ്ടി, ഡീസലിന്റെ മൈലേജ് ഇടുന്ന പെട്രോൾ വണ്ടിയിലെ CNG. ഓക്കെ, മോഡൽ എത്ര വരുന്നത്? 2014 മോഡലാണ്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? കിലോമീറ്റർ 90 കിലോമീറ്റർ. 90,000 കിലോമീറ്റർ അല്ലേ? ഓക്കെ, ഇപ്പൊ ഏകദേശം CNGക്ക് എത്ര മൈലേജ് കിട്ടി? വാഹനത്തിന് മൈലേജ് എന്തായാലും നമുക്ക് 25 കിട്ടും. 25 കിലോമീറ്റർ കിട്ടും. ഓക്കെ, വാഹനത്തിന് റീപ്ലേസ് ആക്സിഡന്റ് എന്തെങ്കിലും? ഒന്നുമില്ല, പക്ക വണ്ടി. ഇവിടുത്തെ ലോക്കൽ അഡ്രസ് ആണ് KL47. ഓക്കെ, നമ്മുടെ ഷോറൂമിന്റെ അതേ അഡ്രസ് ആണ്. ഓക്കെ, എത്ര കൊടുക്കാം ലാസ്റ്റ്? നമുക്കിത് 385 പറയണത്. പിന്നെ നമുക്ക് എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളെ പ്രഷർ എന്തായാലും ചെയ്തു കൊടുക്കണം മലയാള മീഡിയ. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് ഒരു കോമ്പാക്ട് SUV പരിചയപ്പെട്ടാലോ? കോമ്പാക്ട് SUVന്റെ കുട്ടി എക്സ്പ്രസോ. ഡീറ്റെയിൽ വരുന്നത് ഇത് 2022 മോഡലാണ്. 22 മോഡൽ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണറോ? VXI ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. VXI ഓപ്ഷണൽ. അതെ. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ലേഡീസിനൊക്കെ കൊടുക്കാൻ പറ്റിയ വാഹനമാണ്. തീർച്ചയായിട്ടും. ലേഡീസിനൊക്കെ ആകുമ്പോൾ കുറച്ച് ഹൈറ്റിലൊക്കെ ഇരുന്ന് ഡ്രൈവ് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു ഗ്രേ കളറും കൂടിയാണ്. ടയർ ഏകദേശം എത്ര കിലോമീറ്റർ? 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ടയർ അല്ലേ? കമ്പനി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഫുൾ കമ്പനി സർവീസ് ആണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്, മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, എല്ലാ ഫീച്ചേഴ്സും വരുന്ന VXI ഓപ്ഷണൽ അല്ലേ? എത്രക്ക് ചെയ്തു കൊടുക്കാം? നമുക്ക് 5,45,000 രൂപ. 5,45,000 രൂപ. എത്ര കസ്റ്റമർ ആണെങ്കിൽ 5 lakhs ലോൺ കൊടുക്കും. ഓക്കെ, അപ്പൊ ഒരു 19,000 രൂപന്റെ ഉള്ളിൽ കാണുകയാണെങ്കിൽ സുഖമായിട്ട് ഒരു ഓട്ടോമാറ്റിക് മിനി SUV സ്വന്തമാക്കാം. അപ്പൊ അടുത്തായിട്ട് അതേ ഒരു സെഗ്മെന്റിൽ പെടുന്ന ഒരു വാഹനമാണ് കിഡ് അല്ലേ? അതെ, 2020 മോഡലാണ്. ന്യൂ ഷേപ്പ് ആണ്. ന്യൂ ഷേപ്പ് കിഡ്. ഫേസ് ഒക്കെ ഒന്ന് മാറി കുട്ടപ്പനായിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു ഡിമാൻഡുള്ള കളറുമാണ്, വെറൈറ്റി കളറാണ്. അതെ. പിന്നെ മോഡലും കാര്യങ്ങളൊക്കെ ഇത് 2020 മോഡലാണ്. 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 22,000. സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ? വെറും 22,000. അത് കറക്റ്റ് ഹിസ്റ്ററി. ഫുൾ കമ്പനി സർവീസിലാണ് നിൽക്കണം. ഓക്കെ, ഒറ്റ റീപ്ലേസ് ഉണ്ടോ? ഇല്ല, എന്നില്ലല്ലോ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. ടയർ ഇപ്പോ 22,000 ഓടി ടയർ. അതെ, കമ്പനി ടയറിലാണ് നിൽക്കണം. ഓക്കെ, ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, സിസ്റ്റം ചെയ്തിട്ടുണ്ട്, AC എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. എത്രക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 3,70,70,000 ചോദിക്കണത്. ലോൺ നെഗോഷ്യബിൾ റേറ്റ് ആണ്. ലോൺ ആണെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 50,000 രൂപ വന്നോട്ടെ. ഒരു 50,000 രൂപ ഇറക്കി കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ അടുത്തായി നമുക്ക് ഡീസലിൽ ഒരു 50,000 കിലോമീറ്റർ ഓടിയ ബലേനോ. ഡീറ്റെയിൽ 20 എബോ മൈലേജ് എന്തായാലും ഉറപ്പ്. തീർച്ചയായിട്ടും. ലോങ് ഡ്രൈവില് ഡീസൽ. ഏതാണ് ഓപ്ഷൻ? സെക്കൻഡ് ഓപ്ഷൻ ആണ്. സെക്കൻഡ് ഓപ്ഷൻ വരും, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരും, കീലെസ് എൻട്രി വരും. റീപ്ലേസ് എന്തെല്ലാം വാഹനത്തിന്? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഫുൾ കമ്പനി സർവീസ്. ഓണർഷിപ്പോ? സെക്കൻഡ് RC ആണ്. സെക്കൻഡ് ഓണർ അല്ലേ? ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ സീറ്റ് കവർ ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അല്ലേ?
പിന്നെ കമ്പനി സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽഡ് ആയിട്ടുള്ള പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരെ വരുന്ന വാഹനമാണ്. എത്ര കൊടുക്കാം? നമുക്ക് 7,25,000 രൂപയാണ് ചോദിക്കണത്. അത് എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മാക്സിമം ലോണും ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ കൊടുക്കാം. 6 ലക്ഷം ലോൺ കൊടുക്കാം. ലോണും കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്തായിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നൊരു വാഹനമാണ് സ്വിഫ്റ്റ്. പുതിയ മോഡൽ സ്വിഫ്റ്റ് ഇറങ്ങിയാലും ഇത് ഒരു രാജാവ് തന്നെയാണ് അല്ലേ? ഓക്കെ. ഡീറ്റെയിൽ തന്നെ വരുന്നത് 2018 മോഡൽ. 18 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർ. 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 38,000. അതെ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹൈ ക്വാളിറ്റി വണ്ടി. 38,000 സർവീസ് ഹിസ്റ്ററി ഉണ്ടോ? ഫുൾ കമ്പനി സർവീസ്. ടയർ എത്ര വരുന്നുണ്ട്? ടയറൊക്കെ കമ്പനി ടയറാണ്. കമ്പനി ടയർ തന്നെ കേട്ടോ. ഓക്കെ. ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ബോഡി ഷേപ്പാണ്. വൈറ്റ് കളറാണ്. എക്സ്ട്രാ ഫിറ്റുകളും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. റിയർ സെൻസറും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് അല്ലേ? പിന്നെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. കമ്പനി സിസ്റ്റം, പിന്നെ എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സുള്ള അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വാഹനമാണ്. മൈലേജ് എത്ര നമ്മൾ മൈലേജ് നമുക്ക് എന്തായാലും ഒരു 18 ആ റേഞ്ചിൽ കിട്ടും. ആ റേഞ്ച് കിട്ടും അല്ലേ? ഒരു ലോങ് ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ എത്ര പ്രതീക്ഷിക്കാം? ഒരു 18-20 ആ റേഞ്ചിലൊക്കെ റേഞ്ച് പ്രതീക്ഷിക്കാം അല്ലേ? എത്രയാണ് ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ്? നമ്മള് 5,75,000 രൂപയാണ് പറയണം. പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് കുറക്കാം, മൈന്യൂട്ടായിട്ട് കുറക്കാം. അതെ. ലോൺ വേണ്ട ആളുകളാണെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ കൊടുക്കാൻ പറ്റും. 5 ലക്ഷം രൂപ വരെയൊക്കെ ഒരു 50,000, 60,000, 70,000 അതിന്റെ ഉള്ളിൽ വന്നാല് കാണുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്കൊരു സ്വിഫ്റ്റ് സ്വന്തമാക്കാം അല്ലേ? അപ്പൊ അടുത്തായിട്ട് ഒരു ലക്ഷറി വാഹനം തന്നെ പരിചയപ്പെടാം. ഫോക്സ് വാഗന്റെ ജെറ്റ് അല്ലേ? ഏതാ മോഡല്? 2010 മോഡൽ ഫുൾ ഓപ്ഷൻ ആണ്. ഹൈലൈറ്റ് ഏറ്റവും അന്നത്തെ ഫുൾ ഓപ്ഷൻ. അതെ. ഓക്കെ. ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുള്ളൂ. കിലോമീറ്റർ 1 ലാഖ് ആയിട്ടുണ്ട്. സർവീസ് കമ്പനി സർവീസ് ആണ്. ഓക്കെ. പിന്നെ വക്കീലിന് എന്തൊക്കെയാ സ്റ്റിക്കർ സംശയിക്കണ്ടല്ലോ? ഒറിജിനൽ വക്കീൽ. ഓക്കെ. പിന്നെ റീപ്ലേസ് ആക്സിഡന്റ് എന്തെങ്കിലും ഒന്നുമില്ല. പക്ക വണ്ടിയാണ്. നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. പക്ക ഷോറൂം കണ്ടീഷൻ വാഹനം. ടയർ കണ്ടീഷൻ ഒക്കെ ഉണ്ട്. അലോയ്സ് ഒക്കെ വരുന്ന വണ്ടിയാണ്. കമ്പനി അലോയിൽ തന്നെ വരുന്ന വാഹനമാണ്. പിന്നെ ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ പറയേണ്ട അന്നത്തെ ഒരു ലക്ഷറി ഫീലോട് കൂടെ യാത്ര ചെയ്യാൻ പറ്റിയ ലക്ഷറി വാഹനമാണ്. അത്യാവശ്യം മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് വാഹനം എടുക്കുക. അത്ര പ്രൈസ് നമ്മൾ ചോദിക്കുന്നുള്ളൂ. എത്ര ആസ്ക് ചെയ്യണേ? 2.5 ലക്ഷം രൂപ നമ്മൾ ചോദിക്കണുള്ളൂ. അതിന് പിന്നെ 2,50,000. ഇത് ആൾട്ടോ ഒന്നല്ലല്ലോ, ജെറ്റ് തന്നെയല്ലേ? അതൊക്കെ അമ്മ കൊടുക്കും, വില കുറച്ച് കൊടുക്കും. അതിന് എന്തെങ്കിലും കുറച്ച് കൊടുക്കും? പിന്നെയും കുറച്ച് കൊടുക്കും. പിന്നെയും കുറച്ച്. എന്തോ നിങ്ങൾ ഇങ്ങനെ വില കുറച്ച് കൊടുക്കാൻ കാരണം? അതല്ല, ഞാൻ കുറച്ച് കൊടുക്കാണ്. മലയാളി വീഡിയോ കസ്റ്റമർ അല്ലേ, മൊത്തം കുറച്ച് കൊടുക്കും. ഫുള്ളാണ് കുറച്ച് കൊടുക്കും. ഓക്കെ. വെറുതെ കൊടുക്കരുത് കേട്ടോ. അപ്പൊ അടുത്തായിട്ട് നമുക്കൊരു വീണ്ടും റെസി പരിചയപ്പെടാം. അത് റെഡ് കളറിലെ കിളിക്കുട്ടി, ഒരു ചോപ്പ് കിളിയിലെ. ഡീറ്റെയിൽ തന്നെ ഒരു 2019 മോഡലാണ്. LXi വേരിയന്റ് ആണ്. 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ്, സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ, 22,000 ഓടിയ കമ്പനി സർവീസ് ഉള്ള വാഹനമാണ്. അപ്പോൾ പുത്തൻ പുതിയൊരു എക്സ്പ്രസ് ഒക്കെ നോക്കുന്ന ആൾക്ക് കൊടുക്കാം. അതെ. പിന്നെ ലേഡീസിന് അത് മാനുവൽ അല്ലേ? അത് മാനുവലാണ്. അപ്പൊ ലേഡീസിന് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ വാഹനമാണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ സീറ്റ് കവർ സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? എയർ ബാഗ് സിംഗിൾ എയർ ബാഗ് ആണ് വരുന്നത്. പിന്നെ AC ക്ക് പിന്നെ പക്ക കൂളിംഗ് ആയിരിക്കും. ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. എത്രക്ക് ആസ്ക് ചെയ്യണം നമ്മൾ? ഇത് 3,70,000 രൂപയാണ് ചോദിക്കുന്നത്. വെറും 3,70,000. ഒരു ആൾട്ടോ സ്വന്തമാക്കുന്ന വിലക്ക് ഒരു SUV യാത്ര ചെയ്യാം. വെറും 3,70,000 രൂപ. എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും? പിന്നെ കുറച്ച് കൊടുക്കാം. ലോൺ കൊടുക്കും. അതെ, ലോണും ചെയ്ത് കൊടുക്കും. 3,4 ലക്ഷം രൂപ ലോണും കൊടുക്കും അല്ലേ? 50,000 രൂപ ആയിട്ട് പോന്നോ? വെറും 50,000 രൂപ വണ്ടിയാണ് കൊണ്ടുപോകാൻ നിങ്ങൾക്ക്. അപ്പൊ അടുത്തായിട്ട് നമുക്കൊരു പുതിയ ആപ്പിളിനെ പരിചയപ്പെടാം. അവിടെ ഒളിച്ചു നിൽക്കണ്ടില്ല ആള്. ഇത് പ്രത്യേകം എന്താന്ന് വെച്ചാൽ ഇത് സിംഗിൾ ഓണർ ആണല്ലേ? ഇത്ര കാലമായിട്ട് ഓണർഷിപ്പ് മാറിയിട്ടില്ല. ഓക്കെ. കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് സിംഗിൾ ഓണർ തന്നെ ഓടിച്ചിട്ടുണ്ട്. പിന്നെ 4 കിടിലൻ അലോയ് വീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് മിനുക്കി എടുത്താൽ പൊളിക്കില്ല വണ്ടി. ഓക്കെ. ഡീറ്റെയിൽ 2011 മോഡലാണ്. കിലോമീറ്റർ 90,000. റീപ്ലേസ് ഇല്ലാന്ന് ഗ്യാരണ്ടി പറഞ്ഞു. ഓക്കെ. പിന്നെ സർവീസ് ഹിസ്റ്ററി ഒന്നും ചോദിക്കാൻ പറ്റൂലല്ലോ? അല്ല, സർവീസ് ഒരു 60 വരെയൊക്കെ കമ്പനി സർവീസ് ഉണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. സർവീസ് അടക്കമുള്ള വണ്ടിയാണ് കേട്ടോ. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ സീറ്റ് കവർ തുടങ്ങിയ നിങ്ങൾക്ക് വേണ്ട ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള വാഹനമാണ് അല്ലേ? അല്ല, എന്താ പറയാ, AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, സീറ്റ് കവർ വരുന്നുണ്ട്. എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? നമുക്കൊരു 1,40,000 രൂപ കൊടുത്തേക്കാം. 1,40,000. അതെ. ലോൺ കിട്ടും? ലോൺ വേണമെങ്കിൽ കൊടുക്കാം. 1 ലക്ഷം ലോൺ കൊടുക്കും. ഇതിന് ലോണും കൊടുക്കും. അതെ. അപ്പൊ 40,000 രൂപയും മാസം ചെറിയൊരു ബൈക്കിന് കൊടുക്കുന്ന തുക മാറ്റി വെച്ചാൽ ഒരു വാഹനം സ്വന്തമാക്കാം. കാറ്. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്കൊരു ഡസ്റ്റർ പരിചയപ്പെടാം. അത് ഏതായിരുന്നു മോഡല്? ഡസ്റ്റർ 2015 മോഡലാണ്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 60,000 കിലോമീറ്റർ. ഇത് 110 ആണ്. 110 ആണ്. ഓക്കെ. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് എന്തെല്ലാം വാഹനത്തിന്? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, പക്ക വണ്ടിയാണ്.
അത്യാവശ്യം തിരക്കേടില്ലാത്ത വണ്ടി ഒന്ന് കഴുകേണ്ട ആവശ്യമുണ്ടല്ലേ? അതെ, ഒന്ന് വന്നിട്ടുള്ളൂ. ഇവിടെ ഇപ്പൊ ഈ റോഡിന്റെ പണിയൊക്കെ നടക്കുമ്പോ ഉള്ള പൊടിയാണ്. ഓക്കെ. വണ്ടി അത്യാവശ്യം കാണാൻ തിരക്കേടില്ലാത്തൊരു വാഹനമാണ്. പിന്നെ നമ്മൾ ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. എത്രയാണ് ആസ്ക് ചെയ്യണ വാഹനത്തിന്? നമ്മള് 5,25,000 രൂപ ചോദിക്കണുള്ളൂ. ലോൺ കിട്ടും? ഇനി ലോണും കിട്ടും. ഒരു 4.5 ലക്ഷം രൂപ ലോണും കൊടുക്കാം. 4.5 ലക്ഷം രൂപ ലോണും കിട്ടും. ഓക്കെ. അപ്പോൾ ഒരു 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ കാണുകയാണെങ്കിൽ ഡസ്റ്റർ നമുക്ക് സ്വന്തമാക്കാം. അപ്പോൾ അടുത്ത് നല്ലൊരു കാണാൻ മൊഞ്ചുള്ളൊരു മീൻകുട്ടിനെ പരിചയപ്പെടാം അല്ലേ? ഓക്കെ. ഡീറ്റെയിൽ ആയിരുന്നു. ഇത് 2019 മോഡലാണ്. 2019. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്, VXI വേരിയന്റ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല പക്ക വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി സർവീസ്. ഇത് ആ കമ്പനി ഇട്ട അതേ ടയറാണോ? അതെ. ഓക്കെ. ടയർ പോലും മാറ്റിയിട്ടില്ല. ഓക്കെ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? പക്ക വണ്ടി. ഓക്കെ. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഡെന്റോ ക്രാക്ക് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല കേട്ടോ. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ അതേ കണ്ടീഷൻ അല്ലേ? അതെ. സിസ്റ്റം, എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എത്രയാണ് ആസ്ക് ചെയ്യുന്നത് ഈ വണ്ടിക്ക്? ഇത് നമുക്ക് 5,75,000 രൂപയാണ് ഈ വണ്ടിക്കും ചോദിക്കുന്നത്. ഈ വണ്ടിക്ക് 5,75,000. അതെ. എത്ര ലോൺ കിട്ടും? ലോൺ ആണെങ്കിൽ നമുക്ക് ഒരു 5 ലക്ഷം രൂപ ലോൺ നോക്കാം. നമുക്ക് 5 ലക്ഷം രൂപ ലോൺ. നല്ല കസ്റ്റമർ ആണെങ്കിൽ 5 ലക്ഷം രൂപ നമുക്ക് ലോണും ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്തോട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വാഹനം എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓതറൈസ്ഡ് ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. നിങ്ങളെ ഉത്തരവാദിത്തത്തിൽ തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വാഹനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഉൾപ്പെടുത്താത്ത വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതൊക്കെ കണ്ടോ, ഒരു 2.5 ലക്ഷം റുപ്യൊക്കെയാണ് ലക്ഷറി വണ്ടികൾ കൊടുക്കുന്നത്. അതുപോലെ ഒരുപാട് വാഹനങ്ങൾക്ക് ഇവിടെ ഓഫർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും ഗുഡ് ബൈ.